ഇപ്പോൾ ഒന്ന് ശ്വാസമെടുക്കൂ. പതുക്കെ, ആഴമായി. ഈ നിമിഷം നിങ്ങൾക്കുള്ളതാണ്. രാത്രിയുടെ നിശബ്ദത നിങ്ങളെ ചുറ്റിപ്പിടിച്ചിരിക്കുന്നു. പുറത്ത് ലോകം ഉറങ്ങുകയാണ്. പക്ഷെ നിങ്ങളുടെ മനസ്സ് ഇപ്പോഴും ഉണർന്നിരിക്കുന്നു. ചിന്തകൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ചിലപ്പോൾ ഭാരമുള്ള ചിന്തകൾ, ചിലപ്പോൾ പേരിടാൻ കഴിയാത്ത ഒരു അസ്വസ്ഥത. അത് മനസ്സിലാക്കാൻ കഴിയും. ഈ രാത്രിയിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഈ പ്രാർത്ഥന നിങ്ങൾക്ക് വേണ്ടിയാണ്. ഒരു ചോദ്യവും ചോദിക്കാൻ പോകുന്നില്ല, ഒരു ഉത്തരവും കണ്ടെത്താൻ പോകുന്നില്ല. ഇതൊരു ശാന്തമായ കൂട്ടിരിപ്പ് മാത്രമാണ്. നിങ്ങളുടെ രാത്രിയിൽ, നിങ്ങളുടെ കിടക്കയിൽ, നിങ്ങളുടെ ഏകാന്തതയിൽ ഒരു സാന്നിധ്യം നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് ഈ വാക്കുകൾ ഓർമ്മിപ്പിക്കട്ടെ. എന്തെങ്കിലും ചെയ്യണം എന്ന് ചിന്തിക്കേണ്ട. കണ്ണുകൾ അടയ്ക്കണമെങ്കിൽ അടയ്ക്കൂ. ശ്വാസം മാത്രം ശ്രദ്ധിക്കൂ. ഈ വാക്കുകൾ നിങ്ങളുടെ ചെവിയിലേക്ക് ഒഴുകട്ടെ. പതുക്കെ, മൃദുവായി, ഒരു താരാട്ട് പോലെ. ഈ രാത്രി ഭയപ്പെടേണ്ട ഒന്നല്ല. ഈ ഇരുട്ട് ശത്രുവല്ല. ഈ നിശബ്ദത ശൂന്യതയല്ല. ഇതിലൊരു ക്ഷണം ഒളിഞ്ഞിരിപ്പുണ്ട്. കേൾക്കാനുള്ള ഒരു ക്ഷണം. ഇവിടെ, ഈ നിമിഷത്തിൽ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരുവൻ നിങ്ങളോടൊപ്പമുണ്ട്. ആ സ്നേഹം ഇപ്പോൾ നിങ്ങളെ ചുറ്റിയിരിക്കുന്നു. പകൽ മുഴുവൻ നിങ്ങൾ ഓടിക്കൊണ്ടിരുന്നു, ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക്. ഒരു ജോലി കഴിഞ്ഞ് മറ്റൊന്ന്, ഒരു ചിന്ത കഴിഞ്ഞ് മറ്റൊന്ന്. എല്ലാവർക്കും വേണ്ടി ഓടി. പക്ഷേ ഇപ്പോൾ രാത്രി വന്നപ്പോൾ പെട്ടെന്നെല്ലാം നിശബ്ദമായി. ആ നിശബ്ദതയിൽ ചിലപ്പോൾ ഭാരം വർദ്ധിക്കും. ദിവസം മുഴുവൻ ഒളിച്ചുവെച്ച വേദനകൾ ഇപ്പോൾ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടും. ഒരുപക്ഷെ നാളെ എന്ത് സംഭവിക്കും എന്ന ചിന്തയാകാം. ജോലിയിലെ ഒരു പ്രശ്നം, ആരോഗ്യത്തെക്കുറിച്ചുള്ള ആശങ്ക, ഒരു ബന്ധത്തിലെ വിള്ളൽ, കയ്യിലുള്ള പണം മതിയാകുമോ എന്ന ഭയം. ഈ ചിന്തകൾ രാത്രിയിൽ കൂടുതൽ ഉച്ചത്തിൽ സംസാരിക്കും. പകൽ നിങ്ങൾ തടഞ്ഞു നിർത്തിയ കണ്ണുനീർ രാത്രിയിൽ ഒഴുതാൻ ശ്രമിക്കുന്നു. ഒരുപക്ഷെ ഉറക്കം വരാത്ത കുറേ രാത്രികൾ കഴിഞ്ഞിരിക്കാം. ഉറങ്ങാൻ കിടക്കുമ്പോൾ ശരീരം ക്ഷീണിച്ചിട്ടുണ്ട്, പക്ഷേ മനസ്സുറങ്ങുന്നില്ല. ഓരോ ശബ്ദവും, ഓരോ ഓർമ്മയും തലയ്ക്കുള്ളിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ചിലപ്പോൾ ഞാൻ ശരിയായ ദിശയിലാണോ എന്ന ചോദ്യം, ഞാൻ മതിയായ ഒരാളാണോ എന്ന സംശയം, എനിക്കിനി എത്ര നാൾ ഇങ്ങനെ പോകാൻ കഴിയും എന്ന തളർച്ച. ഈ ചിന്തകളുണ്ടെങ്കിൽ ഇപ്പോൾ അവ ഇറക്കി വയ്ക്കൂ. ഇല്ലെങ്കിൽ ഈ നിശബ്ദതയിൽ ഒന്ന് ശ്വസിക്കൂ. ഇത് ഉത്തരം കണ്ടെത്തേണ്ട സമയമല്ല. ഇത് പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ട നേരവുമല്ല. ഇതൊന്ന് നിർത്തി ശ്വസിച്ച് ദൈവത്തിൻ്റെ കരങ്ങളിൽ ആശ്വസിക്കാനുള്ള നേരമാണ്. രാത്രിയിൽ നിങ്ങൾ ഒറ്റയ്ക്കാണ് എന്ന് തോന്നുമ്പോൾ ഒരു കാര്യം ഓർക്കുക. നിങ്ങൾ ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും ദൈവത്തിൻ്റെ കണ്ണുകൾ നിങ്ങളുടെ മേലുണ്ട്. ആ സംരക്ഷണം നിങ്ങൾ കാണുന്നില്ലായിരിക്കാം, അനുഭവിക്കുന്നില്ലായിരിക്കാം. പക്ഷേ ആ കാവൽ യഥാർത്ഥമാണ്. ചിന്തിച്ചു നോക്കൂ, നിങ്ങളിന്ന് എത്ര അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടു? നിങ്ങൾക്കറിയില്ല. കാരണം ഒന്നും സംഭവിച്ചില്ല. ഒന്നും സംഭവിക്കാതെ പോയതും ഒരു സംരക്ഷണമാണ്. ഒരു അപകടം ഉണ്ടാകാതിരുന്നത്, ഒരു രോഗം വരാതിരുന്നത്, ഒരു വീഴ്ച ഒഴിവായത്, ഇതെല്ലാം ദൈവത്തിൻ്റെ കരങ്ങൾ നിങ്ങളെ താങ്ങിയതുകൊണ്ടാണ്. ദൈവം നിങ്ങളുടെ മുന്നിൽ നടക്കുന്നു, വഴിയൊരുക്കുന്നു. ദൈവം നിങ്ങളുടെ പിന്നിൽ നിൽക്കുന്നു, കാവൽ നിൽക്കുന്നു. ദൈവം നിങ്ങളുടെ ചുറ്റിലും ഒരു മതിൽ പോലെ നിൽക്കുന്നു, ശത്രു കടക്കാത്ത വിധം. ഈ രാത്രിയിലും ആ സംരക്ഷണം മാറിയിട്ടില്ല. നിങ്ങൾ കാണുന്നില്ല എന്നതുകൊണ്ട് അതില്ലാതാകുന്നില്ല. ഇരുട്ടിൽ വെളിച്ചം കാണാൻ കഴിയില്ല, പക്ഷെ വെളിച്ചം ഇരുട്ടിൽ ഇല്ലാതാകുന്നില്ല. സൂര്യൻ മേഘങ്ങൾക്ക് പിന്നിൽ മറഞ്ഞാലും സൂര്യൻ അവിടെ തന്നെ ഉണ്ട്. അതുപോലെ ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ലെങ്കിലും ആ സാന്നിധ്യം മാറിയിട്ടില്ല. ഈ നിമിഷത്തിലും ദൈവം നിങ്ങൾക്ക് ചുറ്റും കാവൽ നിൽക്കുന്നു. ഒരു മനുഷ്യനുണ്ടായിരുന്നു, ഏലിയ എന്ന പ്രവാചകൻ. ദൈവത്തിനായി വലിയ കാര്യങ്ങൾ ചെയ്ത ഒരു മനുഷ്യൻ. പക്ഷെ ഒരു ദിവസം അദ്ദേഹം ഓടി, ഭയന്ന്, തളർന്ന്, ജീവിതം വേണ്ട എന്ന് തോന്നുന്നത്ര ക്ഷീണിച്ച്. ഒരു മരത്തിൻ്റെ ചുവട്ടിലിരുന്ന് അദ്ദേഹം പറഞ്ഞു, ഇനി എനിക്ക് വയ്യ. ഒരുപക്ഷെ ആ വാക്കുകൾ നിങ്ങൾക്ക് പരിചിതമാണ്. ഇനി വയ്യ എന്ന ആ വാക്ക് ചിലപ്പോൾ നിങ്ങളും പറഞ്ഞിട്ടുണ്ടാകാം. പക്ഷെ ദൈവം ഏലിയാവിനെ ഉപേക്ഷിച്ചില്ല. ഉറങ്ങാൻ അനുവദിച്ചു, ഭക്ഷണം കൊടുത്തു, ശക്തി പകർന്നു. എന്നിട്ട് ഒരു മലയുടെ മുകളിലേക്ക് വിളിച്ചു. ആ മലമുകളിൽ ദൈവം ഏലിയാവിന് മുന്നിൽ കടന്നുപോയി. ആദ്യം ശക്തമായൊരു കാറ്റ് വന്നു, മല പിളർക്കുന്ന കാറ്റ്. പക്ഷേ ദൈവം ആ കാറ്റിലുണ്ടായിരുന്നില്ല. പിന്നെ ഒരു ഭൂകമ്പം വന്നു, ഭൂമി കുലുങ്ങി. പക്ഷേ ദൈവം ഭൂകമ്പത്തിലും ഉണ്ടായിരുന്നില്ല. പിന്നെ തീ വന്നു, ജ്വാലകൾ ആളിക്കത്തി. പക്ഷേ ദൈവം ആ തീയിലും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് തീ കഴിഞ്ഞ് ഒരു മൃദുവായ, ശാന്തമായ കുഞ്ഞു ശബ്ദം,
ഒരു മന്ത്രണം പോലെ, കാറ്റിൻ്റെ ഓരം ചേർന്ന് വരുന്ന ഒരു മൃദുസ്വരം. ആ നേരിയ നിശബ്ദ ശബ്ദത്തിൽ ദൈവമുണ്ടായിരുന്നു. ഈ രാത്രിയിൽ, ഈ നിശബ്ദതയിൽ ദൈവം അതേ രീതിയിൽ നിങ്ങളോട് സംസാരിക്കുന്നു. ഉച്ചത്തിലല്ല, ഇടിമുഴക്കത്തിലല്ല, ശക്തി പ്രകടനത്തിലല്ല, മൃദുവായി, ശാന്തമായി, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഏറ്റവും ആഴത്തിൽ. ആ ശബ്ദം കേൾക്കാൻ ശ്രദ്ധ വേണം, നിശബ്ദത വേണം. ഈ രാത്രി ആ നിശബ്ദത ഇതാ ഇവിടെയുണ്ട്. ഈ രാത്രി നിങ്ങൾ മാത്രമല്ല ഉണർന്നിരിക്കുന്നത്, നിങ്ങളുടെ കുടുംബത്തിലുള്ളവരും ഒരുപക്ഷെ ഉറക്കമില്ലാതെ കിടക്കുന്നുണ്ടാകാം. നിങ്ങളുടെ അമ്മ അവരുടെ ശരീരവേദനകൾ സഹിച്ച് നിങ്ങളെ ഓർത്ത് ദൈവത്തോട് മൗനമായി പ്രാർത്ഥിക്കുന്നുണ്ടാകാം. നിങ്ങളുടെ അച്ഛൻ ഒരിക്കലും പറയാത്ത ഭാരങ്ങൾ ചുമക്കുന്നുണ്ടാകാം. നിങ്ങളുടെ മക്കൾ ഈ ലോകത്ത് എങ്ങനെ മുന്നോട്ട് പോകുമെന്ന ഭയത്തോടെ കിടക്കുന്നുണ്ടാകാം. പരീക്ഷകൾ, ഭാവി, ജോലി, ബന്ധങ്ങൾ, അവരുടെ ചിന്തകളും ഒഴുകിക്കൊണ്ടേയിരിക്കുന്നുണ്ടാകാം. നിങ്ങളുടെ ഇണ ദിവസത്തെ ക്ഷീണം മുഴുവൻ ശരീരത്തിൽ പേറി നിങ്ങളോട് പറയാതെ പോയ ഒരു വേദനയുമായി ഉറങ്ങാൻ ശ്രമിക്കുന്നുണ്ടാകാം. ജോലിസ്ഥലത്ത് നാളെ നേരിടേണ്ട വെല്ലുവിളികൾ ചിന്തയിൽ വരുന്നുണ്ടാകാം. ആ മീറ്റിംഗ്, ആ തീരുമാനം, ആ സംഭാഷണം, ഇതെല്ലാം ഓർക്കുമ്പോൾ ഉറക്കം നഷ്ടപ്പെടും. യാത്ര ചെയ്യേണ്ടി വരുമ്പോൾ അപകടങ്ങളെക്കുറിച്ചുള്ള ഭയം, വാർത്തകളിൽ കേൾക്കുന്ന ദുരന്തങ്ങൾ, ഇതെല്ലാം ഈ രാത്രിയിൽ കൂടുതൽ ഭയങ്കരമായി തോന്നും. പക്ഷേ ഓർക്കൂ, ഈ ഓരോ ആശങ്കയ്ക്കും ദൈവത്തിൻ്റെ മൃദുശബ്ദം ഒരു ഉത്തരമുണ്ട്. ആ ഉത്തരം കണക്കുകളിലോ പദ്ധതികളിലോ അല്ല. ആ ഉത്തരം ഒരു സാന്നിധ്യമാണ്. ഞാൻ ഇവിടെ ഉണ്ട് എന്ന മൃദുവായ ഒരു ഉറപ്പ്. കർത്താവെ, ഈ രാത്രിയിൽ ഈ പ്രാർത്ഥന കേൾക്കുന്ന ഈ മനുഷ്യനെ, ഈ വ്യക്തിയെ നിൻ്റെ കരങ്ങളിൽ ചേർത്ത് പിടിക്കണമേ. അവരുടെ മനസ്സിലെ ശബ്ദങ്ങൾ, ആ ഓടിക്കൊണ്ടിരിക്കുന്ന ചിന്തകൾ ഒന്ന് പതുക്കെയാക്കണമേ. അവരുടെ ഹൃദയത്തിലെ ഭാരം, ആ വാക്കുകളിൽ പറയാൻ കഴിയാത്ത ഭാരം നീ ഏറ്റെടുക്കണമേ. ഈ രാത്രി അവർക്ക് ശാന്തി നൽകണമേ, ഉറക്കം നൽകണമേ. ഉറങ്ങുമ്പോൾ സ്വപ്നങ്ങളിൽ പോലും നിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ അനുവദിക്കണമേ. അവരുടെ ശ്വാസത്തിൽ, ഓരോ ശ്വാസത്തിലും നിൻ്റെ ജീവൻ ഒഴുകട്ടെ. അവർ ഭയപ്പെടുമ്പോൾ ഭയപ്പെടേണ്ട, ഞാനുണ്ട് എന്ന് മൃദുവായി, ശാന്തമായി അവരുടെ ഉള്ളിൽ മന്ത്രിക്കണമേ. കർത്താവെ, ഈ മനുഷ്യൻ്റെ കുടുംബത്തെ കാക്കണമേ. അവരുടെ അമ്മയെ, അച്ഛനെ, മക്കളെ, ഇണയെ, സഹോദരങ്ങളെ, ഓരോരുത്തരെയും നിൻ്റെ രക്ഷാകവചത്തിൽ പൊതിയണമേ. ഈ രാത്രി അവരുടെ വീടിന് മുകളിൽ നിൻ്റെ അനുഗ്രഹമുണ്ടാകട്ടെ. ഓരോ മുറിയിലും, ഓരോ കിടക്കയിലും, ഓരോ ഉറക്കത്തിലും നിൻ്റെ മാലാഖമാർ കാവൽ നിൽക്കട്ടെ. ദൂരെയുള്ള കുടുംബാംഗങ്ങളെ, ഒരുപക്ഷെ വിളിക്കാൻ പോലും കഴിയാത്ത, ഹൃദയത്തിൽ മാത്രം ഓർക്കുന്ന ആളുകളെ നീ ചേർത്ത് പിടിക്കണമേ. കർത്താവെ, ഇന്ന് സംഭവിക്കാതെ പോയ കാര്യങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഒഴിവായ അപകടങ്ങൾക്ക് നന്ദി, ഒഴിവായ രോഗങ്ങൾക്ക് നന്ദി, ഒഴിവായ വഴക്കുകൾക്ക് നന്ദി, ഒഴിവായ കണ്ണുനീരിന് നന്ദി, ഞങ്ങൾ കാണാത്ത സംരക്ഷണത്തിന്, ഞങ്ങൾ അറിയാത്ത ഇടപെടലുകൾക്ക്, ഞങ്ങൾ മനസ്സിലാക്കാത്ത വഴിതിരിച്ചുവിടലുകൾക്ക് നന്ദി. കർത്താവെ, നന്ദി. നാളെയും അതേ കരങ്ങൾ ഞങ്ങളെ താങ്ങട്ടെ. കാണാത്ത സംരക്ഷണം നാളെയും തുടരട്ടെ. കർത്താവെ, ചില ഭയങ്ങൾക്ക് പേരില്ല, ചില ആശങ്കകൾക്ക് രൂപമില്ല. അതെന്താണ് എന്ന് വ്യക്തമല്ല, പക്ഷേ അത് ഉള്ളിലുണ്ട്. ഒരു അസ്വസ്ഥത, ഒരു ഇരുട്ട്, ഒരു എന്തോ ശരിയല്ല എന്ന് തോന്നൽ. പക്ഷെ അതെന്താണ് എന്ന് പറയാൻ കഴിയുന്നില്ല. കർത്താവെ, ഞങ്ങൾക്ക് പേര് പറയാൻ കഴിയാത്ത ഈ ഭയങ്ങൾ നിനക്കറിയാം. ഞങ്ങൾ വാക്കുകൾ കണ്ടെത്തുന്നതിന് മുൻപ് നീ ആ ഭയം മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ രാത്രിയിലെ ഈ നിശബ്ദതയിൽ ഞങ്ങളുടെ ഉള്ളിലെ ഈ നാമമില്ലാത്ത ഭയങ്ങളെ നിൻ്റെ മൃദുശബ്ദം, ആ ശാന്തമായ മന്ത്രണം ഒന്ന് തൊട്ട് ശാന്തമാക്കണമേ. ആ ഭയങ്ങൾ ഉരുകിപ്പോകട്ടെ നിൻ്റെ സ്നേഹത്തിൻ്റെ ചൂടിൽ. ആ ഇരുട്ട് മാറിപ്പോകട്ടെ നിൻ്റെ സാന്നിധ്യത്തിൻ്റെ വെളിച്ചത്തിൽ. ഞങ്ങളെല്ലാം മനസ്സിലാക്കേണ്ടതില്ല, ഞങ്ങൾ ഈ ഭയങ്ങൾക്ക് ഉത്തരം കണ്ടെത്തേണ്ടതില്ല. നീ ഇവിടെ ഉണ്ട് എന്ന ഉറപ്പ് മാത്രം ഈ രാത്രിക്ക് മതി. ഈ പ്രാർത്ഥന ഇവിടെ അവസാനിക്കുന്നു, പക്ഷേ ദൈവത്തിൻ്റെ ശബ്ദം അവസാനിക്കുന്നില്ല. ഈ നിശബ്ദത അവസാനിക്കുന്നില്ല. ഈ സാന്നിധ്യം മാറുന്നില്ല. നാളെ രാത്രിയും അടുത്ത ദിവസവും ഈ വാക്കുകൾ ഇവിടെയുണ്ട്. വീണ്ടും ഒരു രാത്രിയിൽ ഉറക്കം വരാതെ ചിന്തകൾ ഭാരമാകുമ്പോൾ ഈ പ്രാർത്ഥന വീണ്ടും കേൾക്കൂ. ഈ വാക്കുകൾ മടുക്കുകയില്ല, ഈ ശബ്ദം ക്ഷീണിക്കുകയില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോഴെല്ലാം ഈ ശാന്തമായ ഇടം
ഇവിടെയുണ്ട്. ഈ ചാനലിൽ തുടരൂ. ഈ പ്രാർത്ഥനയോടൊപ്പം നടക്കൂ. ഇപ്പോൾ പതുക്കെ എല്ലാ ചിന്തകളും ഇറക്കി വയ്ക്കൂ. ഈ നിശബ്ദതയിൽ ഒരു ശബ്ദമുണ്ട്. ആ ശബ്ദം ദൈവത്തിൻ്റേതാണ്. അത് മൃദുവാണ്, അത് ശാന്തമാണ്. അത് നിങ്ങൾക്ക് പറയുന്നു, ഭയപ്പെടേണ്ട, ഞാനിവിടെയുണ്ട്. ഈ രാത്രി ദൈവത്തിൻ്റെ കൈകൾ നിങ്ങളെ ചുറ്റിപ്പിടിച്ചിരിക്കുന്നു. ഈ ഇരുട്ടിൽ ദൈവത്തിൻ്റെ വെളിച്ചം മങ്ങാതെ നിൽക്കുന്നു. ഈ ഏകാന്തതയിൽ ദൈവത്തിൻ്റെ സ്നേഹം ചുറ്റിലും ഒഴുകുന്നു. ഉറങ്ങൂ ശാന്തമായി, കണ്ണുകൾ അടയ്ക്കൂ ഭയമില്ലാതെ. നിങ്ങളുടെ ശ്വാസം പതുക്കെയാകട്ടെ, നിങ്ങളുടെ ശരീരം ലഘുവാകട്ടെ, നിങ്ങളുടെ ഹൃദയം ശാന്തമാകട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ദൈവം നിങ്ങളെ കാക്കട്ടെ, ദൈവം നിങ്ങളുടെ മേൽ മുഖം പ്രകാശിപ്പിക്കട്ടെ, ദൈവം നിങ്ങൾക്ക് സമാധാനം നൽകട്ടെ. ഈ രാത്രിയിലും നാളെ കാലത്തും എന്നും എന്നേക്കും. ആമേൻ. ശുഭരാത്രി. ദൈവത്തിൻ്റെ മൃദുശബ്ദം എപ്പോഴും നിങ്ങളോടൊപ്പമുണ്ട്.